നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. ഞാനിപ്പോ ഒരു വോയിസ് പ്ലേ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് ഞാൻ AI ജനറേറ്റഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. അത് സാരമില്ല, അങ്ങനെ പറഞ്ഞോട്ടെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഇതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കേസ് കൊടുക്കുന്ന പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവർ എന്റെ അടുത്ത് പറഞ്ഞതിന് അവരുടെ കയ്യിൽ തെളിവുണ്ട്. 1 ലക്ഷം രൂപയാണ് ഈ പറ്റിച്ച് വാങ്ങിച്ചിട്ടുള്ളത്. എന്റെ ദൈവമേ. ഇവരുടെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭയങ്കര മാടപ്പിത്തരവും ആർഭാടവും ദൂർത്തും ഒക്കെ വിളിച്ചു പറയും. ഇത് കേട്ടുകൊണ്ട് ആളുകൾ പോയി ചാടി കൊടുക്കും. ചാടി കൊടുത്ത് പൈസ കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ കാലി പിടിക്കേണ്ട ഗതികേട് വരും. അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. പിന്നെ അനിയത്തി ചേർത്തിയുടെ ഒരു കളരി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയാൽ ആ പണം ചോദിക്കാനായിട്ട് ആണുങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെ പിടിച്ച് നേരെ പീഡന കേസിലെ പ്രതികളാക്കുക ആണ് അവരുടെ ഒരു രീതി. എന്തായി കാണിക്കുന്നത്? കാണിക്കാൻ പോണേ ഉള്ളൂ. അയ്യോ, ഒരു മനുഷ്യൻ ഒരു മതവിശ്വാസത്തിൽ ജീവിക്കുന്നു. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മതവിശ്വാസത്തിൽ അടക്കം ചെയ്യപ്പെടും. അത് ചെയ്യാതെ അയാളെ കൊണ്ടുവന്നൊരു പെട്ടിക്കകത്താക്കി അവിടെ വെച്ചിരിക്കുന്നതിന്റെ റീസൺ ഓൺലി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ആ പുള്ളി പെട്ടിക്കകത്താക്കി അവിടെ വെച്ചിരിക്കുന്നവൾ അയാളുടെ കടബാധ്യതകൾ തീർക്കാൻ കൂടെ ഉത്തരവാദിത്തമുള്ളവരാണ്. 100% ഞാൻ യോജിക്കുന്നു. അച്ഛൻ ഇവർ ഭയങ്കര പ്രയറും കാര്യങ്ങളും ആണെന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് ആ പ്രോപ്പർട്ടി കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള. അച്ഛൻ 8 നില പറ്റിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇവർ പറയുന്നത്. ഒരു മതം മാറിയിട്ടില്ല. ദേ ആർ സ്റ്റിൽ ഇൻ ദാറ്റ് കണ്ടീഷൻ. ഓക്കെ, പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഇപ്പൊ ഞാൻ ചങ്ങാടിയോടി വന്ന് വാടകയ്ക്ക് താമസിച്ചത് ഒരു 4 വർഷം. 4 വർഷം ആലിയമ്പള്ളിയിൽ. അന്നേരമാണ് നമ്മളെ പറ്റിച്ചു പോയത്. പൈസ പറ്റിച്ചോ? ഇല്ല, അതല്ല പ്രശ്നം. ഇവള് എന്റെ പിന്നെ അവനുണ്ടായിരുന്നപ്പോ മേടിച്ച പൈസ, അവൻ ഒരു രീതിയും പരിഗതിയില്ല നടന്നപ്പോ ഇവളും അവനും കൂടെ വന്ന് മേടിച്ച പൈസയാ. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായിപ്പ് കാണിക്കണേ? എന്ത് ചെയ്യാനാ തലേ? എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. അത് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ ചോദിച്ചപ്പം ഞാനും എന്റെ പിള്ളേരും കൂടെ ചെന്ന് ചോദിച്ചപ്പോ എന്റെ മകൻ അവളെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് അവളോട് കേസ് കൊടുത്തു. ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ? ഇവിടെ വീട്ടിൽ അവിടെ അപ്പനുണ്ട്, സുധിയുണ്ട്, ഇവിടെ മൂത്ത ഇവിടെ ചേട്ടനുണ്ട്, അതിലൊക്കെ പിള്ളേർ കൂടെ ഉണ്ട് ഉള്ള കാര്യം. എന്നിട്ട് ഞാനും എന്റെ മക്കളും കൂടെ എന്റെ മകൻ തന്നെ ചെറുതായിരുന്നു, 23 വയസ്സുള്ളൂ. അവൻ കയറി പിടിച്ചെന്ന് പറഞ്ഞു അവൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ അവർ കൊടുപ്പിച്ചു. എന്നാ പ്രശ്നം ഉണ്ടായിരുന്നു? ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. നമ്മുടെ കയ്യിൽ ഇരുന്ന പൈസ കൊടുത്തിട്ട്. എത്ര രൂപ കൊടുത്തു? എനിക്ക് 8 ലക്ഷം രൂപ തരാണ്ട്. 8 ലക്ഷം? 1 ലക്ഷം. 1 ലക്ഷം. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് ഇവന് 10 ചെലവിന് കൊടുക്കണം. ഇവർക്ക് എല്ലാവർക്കും ചെലവിന് കൊടുക്കണം. എല്ലാവർക്കും അവൻ ഒരു പാവായിരുന്നു. ഞങ്ങൾ ആരും ഉദ്ദേശിച്ചു നമുക്ക് നന്നായിട്ട് അറിയാവനെ. അതൊരു പാവായിരുന്നു. അവനെ ഇവരെല്ലാരും കൂടെ പിഴിയുമായിരുന്നു സത്യം പറഞ്ഞ. മുതലെടുക്കണേണ സജി കൊതിയുണ്ടാടാ. ഇപ്പോഴും ഞാനിവിടെ ഇറച്ചിക്കടയിലും മീൻകടയിലും പച്ചക്കറിയിലും എല്ലാം അവൻ മേടിച്ച് പൈസ കൊടുക്കാൻ കിടക്കുക. ഇവർ വലിയ കൊമ്പത്തെ ആണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആ പൈസ ഇവർക്ക് കടം വിട്ടാൽ മതി. മേടിച്ച് തിന്നു പൈസയല്ലേ. എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. അതുപോലെ തന്നെ പൊങ്ങനാലത്ത് ഇവിടുന്ന് പോയിട്ട് പൊങ്ങനാലത്ത് ഒരു കോയിലില്ല. അവിടെ അടുത്ത് ഒരു പെണ്ണിനോട് ചെന്ന് ഒരു മാല വാങ്ങിച്ചിട്ട് ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അവിടെ ആ പെണ്ണ് തൊഴിലുറപ്പിന് പോയി ഉണ്ടാക്കിയ ഒരു മാലയായിരുന്നു. ഒരു പവന്റെ മാല മറ്റു പണമൊക്കെ മേടിച്ച ഇതുവരെ കൊടുത്തിട്ടില്ല. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഒന്നാലോചിക്കുക. അതുപോലെ തന്നെ മൂത്തകളെ കെട്ടിക്കാനായിട്ട് അവരുടെ അടുത്ത് ഒരു പെണ്ണിനെ ഒരു വീട്ടുകാർ ജാമ്യം നിർത്തി ബാങ്കിൽ പൈസ ഉണ്ട് ഈ രമ്യയായി കെട്ടിക്കാൻ. ആ പൈസ പോലും ഇവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ ഇന്നലെ വരെ കൊടുത്തിട്ടില്ല. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. ഇയാൾ പണ്ടും ജോലിക്കൊന്നും പോകത്തില്ലേ ഈ രമ്യയുടെ ഹസ്ബൻഡ്? ഒരു പണിക്ക് പോകില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ വീട് കെട്ടിയിരിക്കുന്നത് അവൻ എഞ്ചിനീയർ, അവൻ അടുത്ത എഞ്ചിനീയർ. അവൻ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. പെയിന്ററാ. ശരിയാ, പലപ്പോഴും പെയിന്റിങ്ങിന് പോകും. പെയിന്ററാ അല്ല, അവൻ പെയിന്ററാണ്. അന്നിട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു എഞ്ചിനീയർ ആണ്. എഞ്ചിനീയർ നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവർ തന്നെ പറഞ്ഞു പെയിന്റിങ്ങിന് പോകാന്ന്. ഇവിടുത്തെ പണി പോയി. നമ്മൾ വേറെ അവർ വാങ്ങിച്ചു കൊടുത്ത പൈസ തന്നെ ഞാൻ അവരുടെ പിന്നെ കുടുംബശ്രീ ലോൺ എടുത്താണ് ആ പൈസ അവർക്ക് നമുക്ക് മാനമര്യാദയായിട്ട് നമ്മൾ ജീവിക്കണ്ടേ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുഫായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ആകെപ്പാട് ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചുരിദാറും ഒരു ചെരുപ്പും. ഇവർക്ക് ആഹാരം ഒന്നും അങ്ങനെ വേണ്ട. ആഹാരത്തോട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അത് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് മേക്കപ്പ് സാധനം ഇത് മതി, വേറെ ഒന്നും വേണ്ട. കഴിച്ചില്ലേലും വേണ്ടില്ല. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ഇവർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരല്ല. അതാണ് ഇവര് പൈസ നിൽക്കാത്തത്. രാവിലെ തണ്ട പോയി 30 ദിവസം മേടിക്കാൻ ഇതിലും കറി പോയി കടം മേടിക്കും. ഉച്ചക്ക് വെച്ചു ഇല്ലെങ്കിൽ ഇല്ല. നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടോ? ഓ, അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡ്ഡലി അല്ലേ ഇരിക്കുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക.
പത്തായം കൊണ്ട് നിറയട്ടെ തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. അങ്ങനെയാണ് ഇവര് ആ ചെറുക്കനെ കടം മുഴുവൻ വന്നത്. അത് ഒരുപാട് കേട്ടോ അനുഭവം, ഒരുപാട് ഇവരെ പോറ്റാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ചെറുക്കൻ. പിന്നെ സുധി ആരോടെല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഇവർക്ക് വേണ്ടില്ല. എന്റെ പൊന്ന സുഹൃത്തുക്കളെ വെറുത്തുപോകും. എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും. രണ്ടറ്റം കൂട്ടി മുട്ടിക്കണ്ടേ? അവർക്ക് എന്തായിരുന്നു അവന് ഇവര് കൊല്ലത്തോട്ട് കിട്ടി കഴിഞ്ഞാല് ഇവർക്ക് ഇവന്റെ ഈ പേരോട്ട് തന്നെ ഒരുപാട് പൈസ കിട്ടും ഇവിടെയാണെങ്കിൽ. അതാണ് ഇവര് അങ്ങോട്ട് വിടാൻ കാര്യം. നിറം വെളുപ്പാണെങ്കിലും ഉള്ളു മുഴുവൻ കറുപ്പാ. ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അവൾ ഇങ്ങനെ കിടന്ന് തുള്ളുവോ? ഇവർക്ക് അറിയാൻ ഒരുപാട് പേര് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ അറിയുന്നത്. അതാണ് ഇവർ ആലോചിച്ചാണ് ഇവരുടെ ആൾക്കാരും കൂടെ ആലോചിച്ചാണ് ഈ ഭൂരി അങ്ങോട്ട് കൊണ്ടുവന്നത്. അഴുക്ക് തന്തേക്കാൾ മോശം. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. അത് ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.